ഒരുപക്ഷെ ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം അവരുടെ ഒരു പരമോന്നത നേതാവിന്റെ മൃതദേഹം മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കുക. അതായത് ഇപ്പോൾ 7 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു ആയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം അതിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മുൻഗാമി ആയത്തുള്ള റുമുള്ള ഖൊമേനിയുടെ മരണം വലിയ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു വലിയ ശവസംസ്കാര ചടങ്ങായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശവസംസ്കാര ചടങ്ങ് എന്തുകൊണ്ടാണ് നടത്താൻ കഴിയാത്തതെന്ന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഇറാനും കഴിയുന്നില്ല. കഴിഞ്ഞ 50 ദിവസമായി ഇറാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഖമേനിയുടെ മകൻ മൊജതബ ഖമേനി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. പൊതുരംഗത്ത് ഇതുവരെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതാണ് കാരണമെന്നാണ് പലരും പറയുന്നുണ്ടെങ്കിലും അതല്ല. വിപുലമായ രീതിയിൽ ഒരു ശവസംസ്കാരമാണ് നടത്തുന്നതെങ്കിൽ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ ആക്രമണം ഈ ചടങ്ങുകൾക്ക് നേരെ ഉണ്ടാകും. ഹിസ്ബുള്ളയുടെയൊക്കെ ശവസംസ്കാര ചടങ്ങിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് സമാനമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ഭയക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ നേതാക്കളെല്ലാം തന്നെ അല്ലെങ്കിൽ കമാൻഡർമാരെല്ലാം തന്നെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ആ കമാൻഡർമാരെ ലക്ഷ്യമിട്ടും ആക്രമണം ഉണ്ടായേക്കാം. ഈ ഒരു ഭയം മൂലമാണ് ഈ മൃതദേഹം സംസ്കരിക്കാൻ വൈകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനിടയിൽ ഇറാന്റെ വടക്കുകിഴക്കൻ നഗരമായ മഷാദ്, അതായത് ഈ ഖമേനിയുടെ ജന്മനാടാണ്, അവിടെ ഒരു സ്ഥലം ഇതിനായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഇസ്രായേലിന് വലിയ ദൂരമാണ് ഇസ്രായേലുമായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും മൃതദേഹം പോലും സംസ്കരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇറാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇത്തരം ഒരു സംഭവം. ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഒന്നും തന്നെ വന്നിട്ടില്ല. ഭയം തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഏവരും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.